ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് രേണുസുതി. രേണുസുതിയുടെ സബ്ജക്റ്റ് ഇനി ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ 2 ദിവസം ഞാൻ ഈ രേണുസുതി സബ്ജക്റ്റിനല്ല, മൊത്തത്തിൽ ആ രേണുസുതി കാരണം ഞാൻ സബ്ജക്റ്റിന് എല്ലാത്തിനും ലീവ് എടുത്തു. പക്ഷെ വീണ്ടും രേണുസുതിനെ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം ഇന്നത്തെ ഏറ്റവും ന്യൂസ് വാല്യൂ ഉള്ള താരം, കുറെ കാലങ്ങളായിട്ട്, ഒരു 5-6 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ന്യൂസ് വാല്യൂ ഉള്ള താരം നമ്മുടെ രേണുസുതി തന്നെയാണ്. അപ്പോൾ പുതിയ വിവാദങ്ങൾ ഇപ്പോൾ കുറെ മുന്നോട്ട് പോയി. രേണുസുതി വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്നെ, നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയുക, ദാനം തന്ന വീടല്ലേ, എന്താണ് അങ്ങനെ ഇങ്ങനെ കമന്റ്സ് വരുന്നത്. ശരി, ദാനം തന്നത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്, ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമില് ഞാൻ കിടക്കുന്നില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളിൽ നന്നായിട്ടുണ്ട്. രേണുസുതിയുടെ വീടിന്റെ അടിയിൽ പുരസ്കാരം കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചതിന് ഒരുപാട് വിമർശനം രേണുസുതി നേരിട്ടു. അപ്പോൾ ഒരു പക്ഷേ ഈ പുരസ്കാരം കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചത് വീടിന് ചോർച്ച ഉള്ളത് കൊണ്ട് പുരസ്കാരം നശിക്കണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാവണം രേണുസുതി വീടിന് ചോർച്ച ഉണ്ടെന്ന് ഒരു ആരോപണം ഉന്നയിച്ചു. റൂമിൽ ഋതപ്പം കിടക്കുന്ന റൂമിൽ ചോർച്ച ഉണ്ട്, ലിവിംഗ് റൂമിൽ ചോർച്ച ഉണ്ട്, അങ്ങനെ ഒരു വലിയ ആരോപണം. നിങ്ങൾ വന്ന് നോക്ക്, വളരെ അഹങ്കാരത്തോടു കൂടെ പറയുന്നൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. അത് വളരെ ഭയങ്കര വിവാദമായിട്ട് മാറി. കാരണം ഈ വീട് എന്ന് പറഞ്ഞാൽ രേണുസുതിക്ക് ദാനം കിട്ടിയ വീടാണ്. എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ച് അനാഥയായ ഒരു സ്ത്രീക്കും 2 കുഞ്ഞുങ്ങൾക്കും സുമനസ്സുകളായിട്ടുള്ള ആളുകൾ സംഭാവന നൽകിയ വീടായിരുന്നു അത്. നമ്മൾ പണ്ടുള്ളവർ പറയും, ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണരുത് എന്ന് പറയും, പാത്രം അറിഞ്ഞ വിളമ്പാവോ എന്ന് പറയും, ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ എന്ന് പറയും. ഒരുപാട് ഇങ്ങനത്തെ പഴഞ്ചൊല്ലുകളെല്ലാം അന്വർത്ഥമാക്കിയ 2 ദിവസമായിരുന്നു കഴിഞ്ഞു പോയത്. അങ്ങനെ രേണുസുതിനെ കുറിച്ച്, ഈ രേണുസുതി ചോർച്ച എന്ന് പറഞ്ഞ ശേഷം വളരെ മോശമായിട്ട് എല്ലാവരും കമന്റുകൾ ഇടാൻ തുടങ്ങി. അങ്ങനെ ഈ വീട് നിർമ്മിച്ചു നൽകിയ വ്യക്തി ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി, KHTC ഗ്രൂപ്പിന്റെ ഉടമയായിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരണ്ടായി. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് വീഡിയോ ചെയ്തത്. രേണുസുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നും ഇല്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതുപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന, അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷനായി പോകും. വളരെ പത്തനംതിട്ടക്കാരാണ്, മാസങ്ങളിലാണ്. ഇവിടെ കേരളത്തിൽ നമ്മൾ നിൽക്കാരൻ വീഡിയോ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഈ വക കാര്യങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ദയവേത് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം. ഓക്കെ. ഈ രേണുസുതി നമ്മൾ പറയും നന്ദി വേണം, നന്ദി എന്ന് പറയും, അല്ലെങ്കിൽ പട്ടിക്ക് കൊടുത്ത പട്ടി വാലാട്ടി കാണിക്കുന്നു പറയും. നീ ഇവർക്ക് ചെയ്യുന്ന നേരം ആ പട്ടീനെ ഒന്ന് നോക്കി ചിരിച്ചിരുന്നു വെച്ചാൽ പട്ടി വാലാട്ടിയെങ്കിലും കാണിക്കുന്നു നമ്മൾ പറയും. നന്ദി, ആ മനുഷ്യൻ നന്ദി പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല അത് ചെയ്തത്. ആ മനുഷ്യൻ ആദ്യമേ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ രേണുസുതിയുടെ വീടിന്റെ ഹോം ടൂറിന്റെ കാലത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ പരസ്യം എന്നുള്ള നിലയിൽ, ഞാൻ പരസ്യത്തിന് കൊടുക്കുന്ന പൈസയ്ക്ക് പകരം അത് ഈ വീട് വെച്ച് കൊടുത്തു, അതൊരു പരസ്യമാണെന്ന് ആ മനുഷ്യൻ, ബിസിനസ് തന്നെയാണെന്ന് ആ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ ഈ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നത് പറയുന്നത്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുന്നത്. നമ്മൾ പുറത്ത് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പരസ്യം ചെയ്തിട്ടല്ല നമുക്ക് വർക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ പരസ്യം ചെയ്യാനും അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന പൈസയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, ഈ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തൊരു വീട്, എത്രയായാലും നമ്മൾ വളരെ നല്ല മനസ്സോടുകൂടെ കൊടുത്തൊരു വീടിന് ആ കെട്ടിയ ആള് കുറ്റം പറയുമ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു ബർത്ത്ഡേക്ക് ഒരാൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിട്ട് ആ ഗിഫ്റ്റ് എടുത്തിട്ട് അയ്യേ ഇതാണോ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഫിറോസും അങ്ങനത്തെ, ഫിറോസ് ഇക്കാന്ന് വിളിക്കുക അദ്ദേഹത്തിന്, ഫിറോസ്കി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെ വിഷമായി. അദ്ദേഹം അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്നു. ഈ വീട് കൊടുത്തിട്ട് സത്യത്തിൽ ഒരു 6 മാസമോ 8 മാസമോ എന്തേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ആ വീടിനില്ലാത്ത കംപ്ലൈന്റ് ഇല്ലായിരുന്നു. മോട്ടർ കംപ്ലൈന്റ് ആയി, ക്ലോക്ക് പൊട്ടി വീണു, ചോർച്ച ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കംപ്ലൈന്റുകൾ. ആ വീടിന് വർക്ക് ഏരിയ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വർക്ക് ഏരിയ പണിത് തരണം എന്നൊക്കെ പറഞ്ഞു. രേണുസുതിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഫോൺ കോളുകൾ വന്നിരുന്നു എന്ന് ഫിറോസ്ക ഇന്റർവ്യൂവിലൂടെ പറയുന്നുണ്ട്.
ഈ വീടിന്റെ ചോർച്ചയല്ല, അതിന്റെ സൈഡിൽ നമ്മൾ ഫോട്ടോകളിലൊക്കെ കാണാറുണ്ട് അഴിയിട്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തൂടെ മഴ പെയ്യുമ്പോൾ ഇവർ തൂവാനടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചീറ്റാറിലടിക്കുക എന്ന് പറയും. മഴ പെയ്യുമ്പോൾ വെള്ളം അകത്തേക്ക് അടിച്ചു കയറുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ വീടിന്റെ ചുറ്റും യാതൊരു മരങ്ങളോ മറ്റുള്ള വീടുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഈ ഫിറോസ്ക പറയണ്ടായി. ഇത് എന്ന് പറഞ്ഞാല് ഈ വീടിന്റെ ഹോം ടൂറിന്റെ സമയത്ത് തന്നെ ഫിറോസ്ക ഈ അഴിയിട്ട ഭാഗത്തിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെളിച്ചുള്ള ബെഡ്റൂമാണ്. കാരണം മേലെ നിങ്ങൾ ഗ്ലാസ് കൊടുത്തിട്ട് അവിടെ ഒരു ഗ്ലാസ് റൂഫ് നിങ്ങൾ എല്ലാം പ്ലാൻ ആണ്, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതാണ്. വേണമെങ്കിൽ പിന്നീട് AC വെക്കുകയാണെങ്കിൽ ഇവിടെ ജിപ്സം സീലിംഗ് കൊടുത്ത് അറിയാൻ പറ്റും. അതിനുള്ള ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ആൾറെഡി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. AC ഒന്നും വെക്കാൻ സാധ്യതയില്ലാത്ത വീട്ടിൽ അതിൽ നല്ലതായിട്ട് എയർ കയറി വരും. അതുകൊണ്ട് ഈ ചൂട് അത്ര അറിയില്ല. അതിനാണ് ഞങ്ങൾ ആ അഴികൾ ഇട്ടത് എന്ന് വളരെ അഭിമാനത്തോടു കൂടെ പറയുന്ന ഹോം ടൂർ വീഡിയോ 1 വർഷം മുൻപുള്ളത് യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്. അത്രയും അഭിമാനത്തോടെ ചെയ്തൊരു സാധനത്തിലൂടെയാണ് വെള്ളം കയറി വന്നിട്ട് അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രേണുസുതി കംപ്ലൈന്റ് പറഞ്ഞത്. പക്ഷെ രേണുസുതി ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളം അകത്തേക്ക് തള്ളി വരുന്നു എന്നല്ല പറഞ്ഞത്, ചോർച്ച ഉണ്ട് എന്നാണ് പറഞ്ഞത്. മേൽക്കൂരയിലൂടെ ചോർച്ച ഉണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അത് കേട്ട് വളരെ വിഷമമായി. നമുക്കൊരാളൊരു കാര്യം സന്തോഷത്തോടു കൂടെ തന്നിട്ട് അതിനെ നമ്മളൊരു കുറ്റം പറയാന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആർക്കും അത് അയ്യേ എന്നേ തോന്നുള്ളൂ. അതിന് തുടർന്ന് കുറേ വിവാദങ്ങൾ ഉണ്ടായി. ഈ ഭൂമി കൊടുത്ത അച്ഛൻ തന്നെ നേരിട്ട് വന്ന് ഇന്റർവ്യൂ കൊടുത്ത് പറയുണ്ടായി, ഞാനതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു, എന്റെ ബന്ധുക്കൾ മുഴുവൻ എനിക്ക് എതിരായി, ഞാൻ ഈ ഭൂമി കൊടുത്തതിനെ കുറിച്ച് ആരോടോ ഒരു ഫോണിലൂടെ സംസാരിച്ചൊരു വോയിസ് പുറത്തായിട്ട് അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ട സമയത്ത് എന്നെ രേണുസുതി സപ്പോർട്ട് ചെയ്ത് പോലും രംഗത്ത് വന്നില്ല. എനിക്ക് ഒരിക്കലും എൻ്റെ പേഴ്സണലായിട്ടുള്ള സ്വത്തുക്കൾ അർഹതപ്പെട്ട നിർധനരുടെ കരങ്ങളിൽ എത്തി ലോകത്തിൽ നിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അർഹതപ്പെട്ട നിർധനർ, ആ വാക്ക് തന്നെയാണ് എനിക്ക് പറയാറുള്ളത്. അങ്ങനെയുള്ളവരുടെ കരങ്ങളിലെത്തി ഞാൻ ഈ ലോകം വിട്ടു പോകണം. പക്ഷേ എനിക്ക് 100% ഇനി തോന്നണം. അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ എനിക്കത് തോന്നുമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഞാനൊരു റെക്കമെൻഡേഷൻ്റെ പേരിൽ പോയതിൻ്റെ തിക്തഫലങ്ങൾ എനിക്ക് ഒരുപാട് കേട്ടു. ഞാനത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഭൂമിയാണ്, അല്ലാതെ രേണുവിന്റെ വീട്ടുകാർക്കോ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒന്നുമല്ല ഞാൻ ആ ഭൂമി കൊടുത്തത്. ഞാൻ അവർക്ക് കൊടുക്കില്ലായിരുന്നു അവർ ചോദിച്ചാലും. ഞാൻ ആ കുഞ്ഞുങ്ങൾക്കാണ് ആ ഭൂമി കൊടുത്തതെന്ന് ആ പള്ളിയച്ഛൻ വളരെ വിഷമത്തോടു കൂടെ വന്നിരുന്ന് പറയുണ്ടായി. അദ്ദേഹം അത്രയും നല്ല. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ആ ഭൂമി അന്ന് വന്നിരുന്ന വോയിസ് ഇയാളെ കുറിച്ച് മോശം, ഇതേ അച്ഛനെ കുറിച്ച് മോശമായിട്ട് വന്ന വോയിസ് എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ രേണുസുതിക്ക് ഈ ഭൂമി കൊടുത്തപ്പോൾ ഭയങ്കര പബ്ലിസിറ്റി കിട്ടി. അപ്പോൾ ആ ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ വലിയ വിലയ്ക്ക് വിറ്റുപോകും എന്നൊക്കെയായിരുന്നു അന്ന് വന്ന വിവാദം. ആ രേണുസുതി താമസിക്കുന്ന വീടല്ലാതെ അതിനു ചുറ്റും ഒറ്റ വീട് പോലും പിന്നീട് വന്നിട്ടില്ല. ആ ഭൂമി വിറ്റുപോയിട്ടില്ല. ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, മമ്മൂട്ടി മോഹൻലാലും ഒന്നും അല്ലല്ലോ ഇത്രയും ഭൂമി കണ്ടിട്ട് വില കൂടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതോ ഒരു സിനിമയിൽ കേട്ട പോലെ ഈ രേണുസുതിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ 10 ലക്ഷമുള്ള ഭൂമിക്കുള്ള വില 10 പൈസ കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പൊ രേണുസുതിയുടെ ഇമേജിൽ ഇരിക്കണമെന്ന് രേണുസുതി പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഇതിനിടയിൽ രേണുസുതിനെ വെളുപ്പിക്കാനായിട്ട് ഒരു ലോഡ് കുമ്മായമായിട്ട് ഒരു ആള് ഇന്റർവ്യൂ ചെയ്യാൻ പോവണ്ടായി. വൈറ്റ് വാഷ് ചെയ്ത് അങ്ങ് വെളുപ്പിക്കാൻ വെച്ചിട്ടാ തോന്നുന്നു. അതല്ലേ റിയൽ, ചേച്ചി റിയൽ ആണെന്നാണ് അല്ല ഇത്രയും കാലഘട്ടം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ചേച്ചി റിയൽ ആണെന്നാണ് എനിക്ക് ഇത്രയും നാളുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അച്ഛൻ പറഞ്ഞ വളരെ കൃത്യമായിട്ടൊരു പോയിന്റാ. കള്ളൻ കക്കുന്നവനെ കള്ളൻ എന്ന് വിളിച്ചോളൂ, അല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെ കള്ളാന്ന് വിളിച്ചാൽ അവർക്കുണ്ടാവുന്ന മനോവിഷമം മനസ്സിലാക്കുക എന്നുള്ള വളരെ വളരെ എന്താ പറയണ്ടത് ഒരു കൃത്യമായൊരു പോയിന്റാണ് അച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പം ദൈവത്തിന്റെ അല്ല ചേച്ചി കരയുന്ന കാണുമ്പോൾ നമുക്കും സങ്കടം വരും. കാരണം ജനങ്ങൾ മനസ്സിലാക്കും, അത് ജനങ്ങൾ മനസ്സിലാക്കും. അവിടെ ചെന്നിട്ട് ചേച്ചി എത്ര ജനുവിനാന്ന് എനിക്കറിയില്ലേ, ഞാനൊന്ന് പരിചയപ്പെട്ടതല്ലേ, എനിക്കറിയുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് രേണുസുതിയുടെ വീട്ടിൽ യാതൊരു വൃത്തിക്കുറവും ഇല്ലാന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തോ ഒരു ഭയങ്കര ഇന്റർവ്യൂ ചെയ്യണ്ടായി. അപ്പൊ അതില് സുധിയുടെ സ്മെല്ലുള്ള സ്പ്രേ മുൻപൊന്നും സുധിയുടെ ഫോട്ടോയിലും മുന്നിൽ അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ചോദ്യം ഇന്റർവ്യൂ ചെയ്യാൻ ചെന്ന വ്യക്തി വളരെ അവിചാരിതമായിട്ട് സർപ്രൈസ് ആയിട്ടാണ് ചെന്നതെന്ന് പറയുന്നു. എന്തായാലും രേണുസുതി ഈ സ്പ്രേ ഒക്കെ എടുത്തിട്ട് ഈ ഫോട്ടോയുടെ മുന്നിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്പ്രേയെ കുറിച്ച് ചോദിക്കുന്നു. ആ പയ്യൻ ആ സ്പ്രേ എടുത്ത് മണക്കുന്നു. എന്നിട്ട് രേണുസുതി ഭക്തിപൂർവ്വം ആ സ്പ്രേ എടുത്ത് അവിടെ വെക്കുന്നു. എന്നിട്ട് തൊട്ട് തലയിൽ വെക്കുന്നു. ഇതെപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ വളരെ ബഹുമാനമുള്ളൊരു വസ്തുവിനെ പോലെ തൊട്ട് തലയിൽ വെക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ ഷോ കാണിച്ചിട്ട് ഇന്റർവ്യൂ വരണ്ടായി. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഫിറോസ് ഖാന്റെ പിന്നെയും 2-3 ഇന്റർവ്യൂ ഒക്കെ പല ചാനലിലും വന്നു. അന്ന് ആ വീട് കയറിയ അന്ന് അവിടെ എന്തോ ടൈൽ വർക്കൊക്കെ നടന്ന ആ വീടിന്റെ
പാലുകാച്ചിൻ്റെ ഒക്കെ അന്നറ്റാണെന്ന് തോന്നുന്നു. രേണുസുതി ഇവിടെ ആരും ചവിട്ടി വാങ്ങിയിട്ടില്ലേ, നിങ്ങളെന്താ ബാക്കിലും മുന്നിലും ചവിട്ടി ഇടാത്തതെന്നൊക്കെ പറഞ്ഞു എന്ന് ഇപ്പോൾ ആ ടൈൽ വർക്കൊക്കെ ചെയ്ത പയ്യന്മാർ പറയണ്ടായി എന്നൊക്കെ ഫിറോസ്ക പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, അന്ന് ആ ചവിട്ടി വാങ്ങിയില്ലെന്ന് ചോദിച്ച സമയത്ത് ആ രേണുസുദീനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കേണ്ടതായിരുന്നു. ഇത്രയും ഒരു നന്ദിയില്ലായ്മ എന്ന് നമ്മൾ പറയില്ലേ, നന്ദി ഫിറോസ്ക്കൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല, അങ്ങനെയല്ല ചെയ്തു കൊടുത്തത്. എന്നാലും ഇല്ലേ, അത്ര കഷ്ടപ്പെട്ടൊരവസ്ഥയിൽ നിന്ന് വന്നൊരു പെൺകുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ് ഇല്ലേ, അതൊന്നുമില്ല. അത് കഴിഞ്ഞു പോയി. ഇപ്പൊ രേണുസുതി തന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തു, ഭയങ്കര മോശമായിട്ട്. എന്തൊരു അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് അവർ ആ ഇന്റർവ്യൂ കൊടുത്തതെന്ന് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല, ഞാനുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ശരി, ആ വെള്ളം വീഴുന്നുണ്ട്, പറഞ്ഞ സത്യമാണ്. കൊടുക്കണ്ടേ, പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ. അതുപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, സംസാരിച്ചപ്പോൾ എല്ലാം തരില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയാം. ഫിറോസക്ക പറഞ്ഞെന്നാണ് ഒരാൾ എൻ്റെ പപ്പാട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തുന്നു. അതൊന്നും നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം കേട്ടു, കാരണം ഇങ്ങനെയാണെങ്കിൽ ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പപ്പാട് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഈ ഒരു സൈഡ് മാത്രം, ഇതിന്റെ സത്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുമ്പം ഈ വീണ്ടും ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വരും. അപ്പോഴായിരിക്കും എനിക്ക് അറിയുന്നത്. കാരണം എനിക്ക് ഒരു സൈഡ് മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യം, അതിന്റെ ഉള്ളിൽ വേറെ, ഞാൻ പറഞ്ഞില്ല, വേറെ കുറെ കാര്യങ്ങളൊക്കെ. അവർ ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൈകൂപ്പി കരഞ്ഞിട്ടുണ്ട്, എനിക്കൊരു വീട്, എനിക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ വഴിയില്ല. ഏട്ടനെ സ്നേഹിക്കണം, എന്നെ എൻ്റെ ഏട്ടനെ സ്നേഹിക്കണം. ഇനി എന്ത് കൊടുത്താലും, വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എൻ്റെ പിള്ളേർക്ക് അത് ഏട്ടനുള്ളതാണ്. എൻ്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനുണ്ട്, സുധിച്ചേട്ടനായിരിക്കണം ആ വീട്. ചേച്ചി, ഇപ്പോൾ ഈ വീടിന്റെ വാടക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം നമുക്കറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സേവിങ്സോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യമോ കാര്യങ്ങളോ എനിക്ക് വാടക കൊടുക്കാൻ സാധിക്കുന്നില്ല. അന്ന് അവർ താമസിക്കുന്ന വീട്, സുധി മരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം കണ്ടതാണ്, ഷീറ്റിട്ട ഒരു വാടക വീട്, അങ്ങോട്ട് നടക്കാൻ പോലും ഒരു വഴിയില്ല, ഒരു കുഞ്ഞു വീട്. ഇന്ന് അവർ താമസിക്കുന്ന വീട് വെച്ച് നോക്കുമ്പോൾ അത് കുടിലാണ്, ഇത് കൊട്ടാരാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന രേണുസുതി കൈകൂപ്പി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇന്ന് ഈ അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന രേണുസുതിന്റെ അച്ഛൻ പറയുന്നത്, ഇത്ര ഈ സോഷ്യൽ മീഡിയ കണ്ട് അഹങ്കരിക്കേണ്ട കാര്യം ഫിറോസ് ഇല്ല എന്ന് പറയുന്നത്, ഈ കാര്യം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാര്യം ഈ തങ്കച്ചെന്ന് പറയുന്ന രേണുവിന്റെ അച്ഛൻ രേണുവിനോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊന്നും കണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല. നമ്മളെ മുന്നിൽ ഉദാഹരണമുണ്ട്, ജിഷയുടെ അമ്മ. നമ്മൾ അവരെ കണ്ടു. ആദ്യം കണ്ടത് ജിഷ മരിച്ചു കഴിഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന അവരെയാണ്. അവർ അച്യുതാനന്ദനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, സുരേഷ് ഗോപിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, അവിടെ വന്നവരെ മുഴുവൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നമ്മൾ കൂടെ കരഞ്ഞു അവരെ കരച്ചിൽ കണ്ടിട്ട്. അത് നമുക്ക് ഈ ഫേക്ക് ഏതാന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ വിഷമം കണ്ട് നമ്മൾ കരഞ്ഞു. ആ ഒരു കരച്ചിൽ മാത്രം വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ ഒരു വീട് ഉണ്ടാക്കി, അവരുടെ മോക്ക് ജോലി ഉണ്ടാക്കി, അവർക്ക് ജീവിക്കാൻ വലിയ എമൗണ്ട് ബാങ്കിൽ ഉണ്ടാക്കി. എന്നിട്ട് അവർ മുന്നോട്ട് ജീവിച്ചു നല്ല അടിപൊളിയായിട്ട്. നമ്മൾ ആ കരഞ്ഞു കണ്ട ജിഷയുടെ അമ്മ രാജേശ്വരി ആയിരുന്നില്ല പിന്നെ നമ്മൾ കണ്ടത്. ഒരു ബ്യൂട്ടി പാർലറിൽ പോയി സ്റ്റൈലാക്കി നടന്നു. എനിക്ക് കാരണന്മാരായിട്ടേ സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു. ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല എന്നൊക്കെ നമ്മളെ പരിഹസിക്കുന്ന പോലെ പറഞ്ഞു. അവർ സിനിമയിൽ അഭിനയിക്കാൻ, സിനിമ പിടിക്കാൻ പോയി, പ്രൊഡ്യൂസ് ചെയ്യാൻ പോയി. അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തിട്ട് ഈ മരിച്ച മകളുടെ പേരിൽ ജോലി വാങ്ങിയ മൂത്ത മകൾ അവരവരുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, അവരെ നോക്കാതെ അവരൊന്ന് തെരുവിൽ അലഞ്ഞു നടക്കുകയാണ്. നമ്മൾ കണ്ടതാണ്. പണ്ടുള്ളവർ പറയും, എത്ര മുകളിൽ ചെന്നാലും സമ്മാനമാണ് താഴെ വരണമെന്ന്. അത് നമ്മൾ ഓർക്കണം. അതേപോലെ താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണയുള്ളൂ എന്ന് പറയും. നമ്മൾ അഹങ്കാരം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് ഇവരൊന്നും തിരിച്ചറിയുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ എപ്പോഴും രാജേശ്വരീനെ കമ്പയർ ചെയ്ത് രേണുവിനെ പറയുന്നുണ്ട്, രേണു അതേ അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന്. ശരിയാണ്, രേണുവിനെ നമ്മൾ ഈ രാജേശ്വരീനെ പോലെ തന്നെ കണ്ടതാണ്. സുധി മരിക്കുന്ന സമയത്ത് കൈകൂപ്പി നമ്മളോട് നിങ്ങളെ സഹായിക്കണം, എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞ കരഞ്ഞ ആളെ നമ്മൾ കണ്ടതാണ്. ആ രേണുസുധി ഞാനാണ് ഈ ലോകത്ത് ഐശ്വര്യറായി, ഞാനാണ് ഇപ്പൊ കേരളത്തിൽ ഐശ്വര്യറായി എന്നുള്ള ഭാവത്തിൽ എല്ലാവരുടെയും എല്ലാ റീൽസിലും അതിലും ഇതിലും ആൽബത്തിലും പോയിട്ട് ഏത് റോളും ചെയ്യുന്നുള്ള അവസ്ഥയിൽ വലിയ അഹങ്കാരത്തോടു കൂടെ നടക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനൊരു താഴ്ച, എത്ര ഉയർത്തി പോയാലും അതിനൊരു താഴ്ച ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എത്ര താഴെ പോയാലും പിന്നെയൊരു ഉയർച്ച ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അതിന്റെ ഇടയിൽ നമ്മൾ ആയുസ് തീരുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴ്ചയിൽ തീർന്നു പോകും, ചിലപ്പോൾ നമ്മൾ ഉയർച്ചയിൽ തീർന്നു പോകും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അഹങ്കരിക്കുമ്പോൾ നമ്മൾ ഓരോ നിമിഷം ഓർക്കണം, നമ്മൾ കഴിഞ്ഞു പോയ കാലം എങ്ങനെയായിരുന്നു. നമ്മൾ കഷ്ടപ്പാടിൽ വാടക കൊടുക്കാൻ പോലും കാശില്ലാതെ ജീവിച്ചൊരു കാലത്തിനെ കുറിച്ച് രേണുസുതി ആലോചിക്കണം. അപ്പൊ എന്തായാലും രേണുസുതിയുടെ ആ ഇന്റർവ്യൂ കഴിഞ്ഞു. അഹങ്കാരത്തിന്റെ ഭാഷ ആയിരുന്നു. ബാക്കിയെല്ലാം എൻ്റെ അച്ഛൻ പറയും, അവിടെ ഫാൻ പൊട്ടി വീണു, അവര് എൻ്റെ വീട് അങ്ങനെ ഇടിച്ചു നിരത്തുമെന്ന് പറഞ്ഞു, ഞാനിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്നോട് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലുള്ള റിയാക്ഷൻ വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല പറഞ്ഞു. ഞാൻ ഫിറോസ് ഖാന്റെ ഒന്നും ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അഹങ്കാരത്തോടു കൂടെ സംസാരിച്ചു. ഇപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് രേണുവിന്റെ അച്ഛന്റെയും കൂടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ അച്ഛൻ സംസാരിക്കുന്ന അഹങ്കാരം ഉണ്ടല്ലോ, നമുക്ക് കേൾക്കുമ്പോൾ ദുഃഖം തോന്നി. ഇവർക്കാണോ ഈ കാശ് മുഴുവൻ ജനങ്ങൾ കൊടുത്തതെന്ന്? ആ വീടെന്ന് പറഞ്ഞാൽ 10-25 ലക്ഷം രൂപയുടെ ഭൂമിയും 7 സെന്റ് ഭൂമിയാണ്. 25, 28, 30 ലക്ഷം രൂപ വിലയുള്ള ഭൂമിയും അത്രയും വിലയുള്ളൊരു വീടും എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും
നമ്മൾ ആ വീട് വെക്കണമെങ്കിൽ കടവും കടപ്പാടും ബാങ്കിന്റെ മേലെ ലോണും ആയിട്ടാണ് ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു വീട് വെക്കുന്നത്. ഇപ്പൊ ഈ അഹങ്കാരത്തോട് വന്നിരുന്നിട്ട് രേണുവിന്റെ അച്ഛൻ എനിക്ക് പണിയൊക്കെ അറിയാം, എനിക്കറിയായിരുന്നു അങ്ങനെ വീട് വെക്കേണ്ടതെന്ന് അറിയാം ഒക്കെ അഹങ്കാരത്തോടു കൂടെ പറയുന്ന ആ മനുഷ്യൻ അത്രയും വർഷം 10-60 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരു കുടില് പോലും വെച്ചിട്ടില്ല. കുടില് വെച്ചിട്ടില്ല എന്നല്ല, ഒരു ലൈഫ് മിഷന്റെ വീട് പോലെയൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും ഇല്ലാതെ ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യനാണ്. ഈ ആളുകൾ മുഴുവൻ ആ വീട് ദാനം കിട്ടിയതല്ലേ പറഞ്ഞത് രേണുവിന്റെ അച്ഛനും അമ്മയും അവിടെ താമസിക്കുന്നത് കൊണ്ടല്ല. അവിടെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ്, കുട്ടികള്, അങ്ങനെ ഒരു വലിയ ആളുകള് ആ വീടിന് യഥാർത്ഥത്തിൽ ലീഗലി അധികാരമുള്ള കിച്ചു പറയുന്ന വ്യക്തി, സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു അന്യനെ പോലെ കയറി ചെല്ലുന്ന വീഡിയോ കണ്ടപ്പോഴാണ് ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞത് എന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ രേണുസുധീന്റെ അച്ഛനും രേണുസുധീൻ വന്ന് പറഞ്ഞ ആരോപണങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഈ വീട് വളരെ മോശമാണ്, അച്ഛൻ പറയുന്നുണ്ട് എനിക്കറിയാം തേക്കണം, സിമെന്റ് ഒക്കെ ഉപയോഗിച്ച് തേപ്പാണ് എല്ലാ വീടുകളും ചെയ്യാറ്. ഇത് അവർ കുമ്മായം പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ചുമര് മുഴുവൻ തേച്ച് പിടിപ്പിച്ചു. അത് വളരെ മോശമാണെന്നാണ് പറയുന്നത്. ജിപ്സം പ്ലാസ്റ്ററിങ് ഈ അടുത്ത കാലത്ത് നിലവിൽ വന്നൊരു രീതിയാണ്. എല്ലാവരും പ്രമുഖ വ്യക്തികൾ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട്. മല്ലു ട്രാവലറിന്റെ ഒക്കെ വീടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലവർ ചുമരിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് വളരെ അഭിമാനത്തോടു കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ രീതിയാണത്. ചിലപ്പോൾ അതിൽ പോരായ്മകൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ ഈ വീട് വെറുതെ കിട്ടിയിട്ടൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീടിന്റെ മെയിൻ്റനൻസ് എങ്കിലും നമ്മൾ ചെയ്യേണ്ടതല്ലേ. അവരാ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നേ ഇല്ല എന്നറിയാം. അവർ പറയുന്ന കുട്ടികളുള്ള വീടല്ലേ, മഴക്കാലമല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. ഈ മഴക്കാലത്തിന് മുൻപും നമ്മൾ ഈ വീട് പലപ്പോഴും കണ്ടിട്ടുണ്ട്, അന്നും അവിടെ വൃത്തിയൊന്നുമില്ല. ഇപ്പൊ അവർ പറയുന്നത് അവരെ വീട്ടിലത്തെ ഫാൻ പൊട്ടിച്ചാടി, അത് 1.5 ഇഞ്ചിന്റെ ആണിയിലാണ് അവിടെ ഉറപ്പിച്ചത്, അതുകൊണ്ടാണ് ഇത് പൊട്ടിച്ചാടിയത് എന്ന് പറയുന്നു. വാഷ് ബേസിൻ പൊട്ടിച്ചാടി. രേണുസുധി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്റെ മോൻ ഭാഗ്യം കൊണ്ടാണ് മോനല്ല ഏതൊരു മോൻ കുട്ടി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, അതിന്റെ അടിപെട്ട് ചാവേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ വാഷ് ബേസിൽ പോയി തൂങ്ങിയിട്ടുണ്ടായിരിക്കണം, അപ്പോഴായിരിക്കാം ഒരു പക്ഷേ അത് പൊട്ടി വീണിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വെറുതെ ഒരു വാഷ് ബേസിന് എവിടെയും പൊട്ടി വീഴാറില്ലല്ലോ. അത്ര മോശം വർക്കാണ് അവർ ചെയ്തു കൊടുത്തത്. ഇനി മോശമാണ് എന്ന് തന്നെ വെക്കുക, എന്നാലും അത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയേണ്ട കാര്യമുണ്ടോ? അവർക്ക് ഈ ഫിറോസ് ഖാൻ ഒരു തവണ ഫോൺ വിളിച്ചിട്ട് രേണുസുധി വളരെ അഹങ്കാരത്തോട് പറഞ്ഞു എന്റെ അടുത്ത് അയാളുടെ നമ്പറൊന്നും ഇല്ല, ഞാൻ വിളിക്കാറൊന്നുമില്ല എന്ന് പറയുന്നു. ഇല്ലാത്ത കാലത്ത് ഈ വീട് കിട്ടുന്നവരെ അവർ വിളിച്ചിരുന്നു എന്ന് ഈ ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. അവരുടെ അടുത്ത് നമ്പർ ഉണ്ട്. അവർക്ക് ഒരു തവണ മാന്യമായിട്ട് വിളിച്ച് പറയായിരുന്നല്ലോ ഇക്ക അങ്ങനെ വീടിന് പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയായിരുന്നു. അല്ലാതെ ഈ മോട്ടർ കത്തുമ്പോൾ ഫാൻ പൊട്ടി വീഴുമ്പോൾ വീടിന് വർക്ക് ഏരിയ പണിഞ്ഞു തരണം. ഈ വീടിന് വർക്ക് ഏരിയ ഒന്നുമില്ല. ഈ രേണുസുധീന്റെ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അവതരിപ്പിക്കുന്ന ആള്, ഈ ചോദ്യം ചോദിക്കുന്ന ആള് വർക്ക് ഏരിയ ഇല്ലേ ചോദിക്കുമ്പോൾ രേണുസുധി എന്തിനാ ഈ അടുക്കള തന്നെ മതിയല്ലോ എന്ന് അഭിമാനത്തോടു കൂടെ പറയുന്നത്, സന്തോഷത്തോടു കൂടെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രേണുസുധിക്ക് അവിടെ വർക്ക് ഏരിയ ഇല്ലാത്ത വിഷയം, അവിടെ ചുമര് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. അവരെ സിറ്റ് ഔട്ടിൽ ലീക്ക് ഉണ്ട് എന്നാണ് ഒരു വിഷയം. ഈ സിറ്റ് ഔട്ടിലെ ലീക്ക് ഞാൻ ഈ കിച്ചുവിന്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സീലിംഗില് വട്ടത്തിൽ ലീക്ക് നിൽക്കുന്നു. എല്ലാ മഴക്കാലത്തും എല്ലാ വീടുകളിലും മുകളിൽ ഷീറ്റ് ഇടാത്ത എല്ലാ വീട്ടിലും ലീക്ക് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ കൃത്യമായിട്ട് മേൾവശത്ത് കേട്ടിട്ട് സൺഷെയ്ഡ് ഉണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുത്തിക്കളയണം. അപ്പൊ അതിൽ വലിയ ലീക്കൊന്നും ഉണ്ടാവില്ല എന്നാണ്. അല്ലാതെ മനഃപൂർവ്വം ഒരാൾ അവിടെ ലീക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? അതിന്റെ ഇടയിൽ ഈ രേണുസുധിയുടെ അച്ഛൻ തന്നെ പറയേണ്ടത് ഇതിന്റെ സ്ട്രെച്ചർ, തറയും സ്ട്രെച്ചറും അടക്കം എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തതെന്ന് ഞാൻ കണ്ടതാണ്. വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാൽ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിന് പണിയാണ്, സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ കൊണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മൂടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് വിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടാൽ അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പം അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇതിന് പിന്നിൽ ഞാൻ പറയാം ദൈവം അത് അനുഗ്രഹം അവർക്ക് നൽകും. അതുപോലെ മനോഹരമായിട്ടും നല്ല ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ വീട്. സുധിയോടുള്ള ഒരു സ്നേഹമാണ്. അതെ അതെ അതെ. KHDCയുടെ ചെയർമാനായിരിക്കുന്ന എന്താ പറയുക, ഞാൻ ഉള്ളുകൊണ്ട് പറയാം, പറഞ്ഞു പോയതല്ല, വളരെ നന്ദി. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ഇത്ര ആത്മാർത്ഥത്തോടെ ചെയ്തല്ലോ. ഇവിടെ വന്ന പണിക്കാരോടെല്ലാം ഞാൻ പറയും, ഓരോ പണിക്കാരും എന്തിനാണ് ഞങ്ങളെ ഈ ഉപദ്രവിക്കുന്നത്? അന്നേരം ഉണ്ടാക്കിയവനും കൂടി ഇത്രയും ഈ വൃത്തികേട് കാണിക്കാം. മുഴുവൻ ഒരു വർഷം തികഞ്ഞില്ല, തേപ്പ് മുഴുവൻ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. ഈ അകത്തെ പോകാത്ത തന്നെയാണെന്നറിയോ? അകത്തെ പോകാത്തത് നനയുന്നില്ല, നനയുന്ന ഭാഗത്ത് മുഴുവൻ പോകുന്നത് ഞങ്ങൾ കാണിക്കാം. അതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്തോണം. ഇനി അവിടെ മഴ നനഞ്ഞാലും ഒരു വരെ ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആശയം വന്നിട്ടുണ്ടെങ്കിൽ ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ വരെ നിരത്ത് വന്നു. ദൈവത്തിന്റെ മുൻപാകെ സത്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം ഈ ചെയ്യുന്നവർക്ക് കിട്ടുമെന്നും കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിരുന്നത്. പിന്നെ അവിടെ ആരാ താമസിക്കുന്നത്? ഇവിടെ വന്ന് ഇവിടെ താമസിച്ചു, തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടോട്ടാക്കാൻ വേണ്ടി താമസിച്ചു. അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ സത്യസന്ധത വേണം. ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം.
അയാളിൽ എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, അല്ല വലിയ കോൺട്രാക്ടർ ആയിട്ടോ, ഇതാണോ പുള്ളി ചെയ്യേണ്ട കാര്യം? ആര് ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളൊന്ന് പണിയാനായിട്ട്, എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. വീടിനകത്ത് തുണി ഇരിക്കുന്ന പറഞ്ഞ് യൂട്യൂബേഴ്സ് എല്ലാവരും ഭയങ്കര ബഹളം. സമ്മതിച്ചു. ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ ചെയർമാനും പറഞ്ഞു. ഓ, അതിന്റെ അഹം കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റും. പുള്ളി നാളെ ഇതിന്റെ പുറം തേപ്പ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്ന പുള്ളി വന്ന് കാണാം. ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ. ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത് ദൈവമേ. ആരും ഞങ്ങളെ പോലെ ഇതുപോലെ ഒരു അവസരത്തിൽ ചെന്ന് ചാടരുത്, അല്ലെ അവർക്ക് അങ്ങനെ ഇടവരുത്തരുത് ഞാൻ ദൈവം അവരോട് പ്രാർത്ഥിക്കുക. പിന്നെ ഈ കുമ്മായം കലക്കി ചുമരുമ്പ് തേച്ച പരിപാടി മാത്രമാണ് ശരിയില്ലാത്തതെന്ന് പറയുന്നുണ്ട്. അതേ ആളുകൾ തന്നെ ഇത് മുഴുവൻ ലീക്കാണ്, അവിടെ ലീക്കാണ്, ഇവിടെ ലീക്കാണ് എന്ന് പറയുന്നതും നമ്മൾ കണ്ടു. പിന്നെ അവർ ഈ ചുമരിന്റെ കോമ്പൗണ്ട് വാൾ കെട്ടിയതിന്റെ വിള്ളലൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് വീഡിയോ ഒക്കെ ഇതിന്റെ 2ാം ഭാഗം ഉണ്ടാവുമായിരിക്കും, അതിലായിരിക്കും അവർ വീടിന്റെ കുറെ കുഴപ്പങ്ങൾ കാണിക്കുന്നത്. നമ്മൾ ഏത് വസ്തു ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതൊരു കാര്യമാണ്. ഒരിക്കലും ഒരു മോശം വസ്തുക്കൾ വെച്ചിട്ട് അവർ ഫിറോസ്ക വീടുണ്ടാക്കി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിറോസ്ക ഇപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് PR പോലത്തെ ഒരേ കമന്റും കണ്ടു. ഇയാൾ ഒരുപാട് രൂപ പറ്റിച്ച്, ഒരുപാട് രൂപ പിരിച്ചു, എന്നിട്ട് ലോ ക്വാളിറ്റി സാധനങ്ങൾ കൊണ്ടാണ് വീട് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഈ ഫിറോസ്ക ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുകൾ എൻ്റെ അക്കൗണ്ടിൽ, അതൊരു പ്രത്യേക അക്കൗണ്ട് ആയിരുന്നു, ആ അക്കൗണ്ടിൽ എത്ര കാശ് വന്നു, അവിടുന്ന് ഞാൻ എത്ര ചെലവാക്കി, എൻ്റെ അടുത്ത് കൃത്യമായ ബില്ലുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് പരിശോധിക്കാം. അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് പരിശോധിക്കുന്നത്? രേണുസുധിയുടെ അച്ഛൻ പറയുന്നത് കേട്ടാൽ രേണുസുധിന്റെ കയ്യത്തെ കാശ് എടുത്ത് അങ്ങോട്ട് വീശി എറിഞ്ഞിട്ട് ഫിറോസ് എന്ന് പറയുന്ന കോൺട്രാക്ടർ പണിഞ്ഞ് നശിപ്പിച്ച വീടാണതെന്നാണ് രേണുസുധിയുടെ അച്ഛന്റെ ഭാവം. ഒന്നുമല്ല, അത് ജനങ്ങൾ കൊടുത്ത ഒറ്റ പൈസ പോലും ചെലവില്ലാതെ വെറുതെ കിട്ടിയ മുതലാണ്. 50-60 ലക്ഷത്തിന്റെ മുതലാണത്. എന്നിട്ട് എങ്ങനെ അവർക്ക് ഈ നന്ദിയില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുന്നു? നന്ദി വേണമെന്ന് പറയുന്നില്ല. ഫിറോസ് ഒരിക്കൽ പോലും പിന്നീട് അവിടെ പോയിട്ടില്ല എന്ന് പറയുന്നു. കാരണം ആളുകൾ ഓച്ചാനിച്ച് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവര് ഞാനല്ലേ വീടുണ്ടാക്കി കൊടുത്ത്, അതുകൊണ്ട് ബഹുമാനിച്ച് നിൽക്കുന്നത് എനിക്ക് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നീട് അങ്ങനെ കൊടുക്കുന്ന വീടുകളിലേക്ക് പോകുന്നില്ല എന്ന് പറയാറുണ്ട്. ഈ ഫിറോസിന്റെ ഗ്രൂപ്പ് പിന്നീട് 4-5 വീട് അവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കൊല്ലത്ത് പട്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗണേഷ് കുമാർ സാറ് പറഞ്ഞിട്ട് വീട് വെച്ചു കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത പരാതിയാണ് ഇപ്പൊ ഈ രേണുസുധി പറയുന്നത്. ഇവരിങ്ങനത്തെ പരാതി പറയുമ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ അവരുടെ കൂടെ നിൽക്കുന്ന അവർ വിചാരിക്കുന്നുണ്ടോ? രേണുസുധി പറയുന്നത് ഞാൻ ഇതൊന്നും വായിക്കാൻ തന്നെ പോകാറില്ല, റിയാക്ഷൻ വീഡിയോകാരുടെ ഒന്നും ഞാൻ കാണാൻ തന്നെ പോകാറില്ല എന്ന് പറയുന്നു. എന്നിട്ടാണ് അവർ ഈ അതുലിനെതിരെ കേസ് കൊടുത്തത്. ആരെങ്കിലും റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് അവനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയി കേസ് കൊടുത്തത്? അവരിത് വ്യക്തമായി കാണണ്ടേ? ഈ ഫിറോസ് എന്താന്ന് പറയുന്നതെന്ന് അവർ കാണണ്ടേ? അതിലെന്താ പറയുന്നത്, റിയാക്ഷൻ വീഡിയോകാരെന്താ പറയുന്നതെന്ന് അവർ കാണണ്ടേ? എന്നിട്ടല്ലേ പ്രതികരിക്കേണ്ടത്? അല്ലാതെ ഞാൻ ഈ നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. എന്തൊരു അഹങ്കാരത്തിന്റെ ഭാഷയാണ് ആ സ്ത്രീക്ക്. അവരെവിടെ നിന്നിരുന്നതാണെന്ന് അവർ ഒരിക്കലെങ്കിലും ചിന്തിക്കണ്ടേ? നമ്മൾ അവരെ താഴ്ത്തി കെട്ടി കാണല്ല. അവരുടെ ഭർത്താവായിട്ടുള്ള ഒരു കലാകാരൻ മരിച്ചുപോയി, അതിന്റെ പേരിൽ അവർ മുതലെടുത്ത് ജീവിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നു. എന്താ അവരിങ്ങനെ ആയിപ്പോയതെന്ന്. ആർക്കാണ് ഇത് ചെയ്തു കൊടുത്തത്, ഈ സൗജന്യം ചെയ്തു കൊടുത്തത് എന്നുള്ളത്? ഇപ്പൊ ഈ പള്ളിരാജ സ്ഥലം കൊടുത്ത പള്ളിരാജന് കുടുംബത്തിൽ നിന്ന് മുഴുവൻ അവരുടെ എതിരഭിപ്രായങ്ങൾ നേരിടേണ്ടി വരുന്നു, നാണക്കേട് നേരിടേണ്ടി വരുന്നു. കുടുംബക്കാർ പറയും, കാരണം അവരുടെ കുടുംബ സ്വത്തെടുത്തിട്ടാണ് ഇദ്ദേഹം കൊടുത്തത്. അദ്ദേഹത്തിന് കാരണവന്മാരായിട്ട് കൊടുത്തതാണെങ്കിലും കുടുംബത്തിലുള്ള എത്രയോ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉപകരിക്കാവുന്ന സ്വത്ത് ഇത്രയും നന്ദിയില്ലാതെ ഇത്രയും സമൂഹത്തിൽ വന്ന് മോശമാക്കുന്ന ആളുകൾക്ക് എന്തിനു കൊടുത്തു എന്ന് അവർ ചോദിക്കും അദ്ദേഹത്തിനോട്. അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടിയാണെന്ന് വന്നിട്ട് ഇന്റർവ്യൂ കൊടുത്തത്, രോഷത്തോടു കൂടിയാണ് കൊടുത്തത്. ഇപ്പൊ രേണുസുധിയൊക്കെ പറയുന്നത് ഋതപ്പനോട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ ഋതപ്പനെ എന്നാണ് പറയുന്നത്. ഇവിടെ എത്രയോ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളുണ്ട്, കൂലിപ്പണിയെടുത്ത് വീട്ടുപണിയെടുത്ത് തൊഴിലുറപ്പിന് പോയിട്ട് മക്കളെ വളർത്തുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ അവരെ മക്കളെ നോക്കുന്നുണ്ട്. പകൽ സമയത്ത് അവരെ വല്ല അംഗനവാടിയിലും വിട്ടിട്ട്, കുട്ടികളെ അംഗനവാടിയിൽ വിട്ടിട്ട് ഇവർ ജോലിക്ക് പോകുന്നുണ്ട്. ഇനി നാട്ടുകാർ ഇത്രയും 10-60 ലക്ഷം രൂപയുടെ 70 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്തിട്ട് പിന്നെ അവരുടെ കുട്ടീനെയും പോയി നമ്മൾ നോക്കി കൊടുക്കണോ? അതിനുവേണ്ടി രേണുസുധി മാതാപിതാക്കൾ അവിടെ താമസിക്കുന്നതിന് ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ അവരവരുടെ ചേച്ചീനെയും ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ എന്തിനാണ് ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി? പിന്നെ രേണുസുധി അവിടുത്തെ ചോർച്ചയൊന്നും കണ്ടിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാനിവിടെ എപ്പോഴെങ്കിലും വന്നു പോകുന്നല്ലേ ഉള്ളൂ, ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി അവിടെയും വേണ്ടിയല്ലേ എന്നവർ വളരെ അഹങ്കാരത്തോടു കൂടെ പറയുന്നു. പിന്നെ അവർ വളരെ നല്ല സത്യമാണ് പറയുന്നതെന്ന് കാണിക്കാനാണെന്ന് തോന്നുന്നു. ഒരു കയ്യിൽ കൊന്തയും പിടിച്ചിട്ടാണ് അവർ ആ ലാസ്റ്റത്തെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. അവരും അച്ഛനും കൂടെ വന്നിരിക്കുന്ന ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ആ ഭക്തിപൂർവ്വം പഠിച്ച കൊന്ത കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കയ്യിൽ കീ ചെയിനൊക്കെ ഇട്ടിട്ട് അലസമായിട്ട് കറക്കില്ലേ, അതേപോലെ അവർ കറക്കി കളിക്കുന്നു. എന്നുവെച്ചാൽ ആ കൊന്ത അവർ കയ്യിൽ എന്തിനാ പിടിപ്പിച്ചെന്നുള്ള അവരെ പർപ്പസൊക്കെ അവർ മറന്നുപോയിട്ട് അവർ ആ കൊന്ത കറക്കി കളിക്കുന്നു, അവർ കോട്ടുവായ ഇടുന്നു. അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അഹങ്കാരത്തോടു കൂടെ ശരിയാണ് പുച്ഛത്തോടു കൂടെ ചിരിക്കുന്നു, നമ്മളെയൊക്കെ പരിഹസിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് നമ്മൾ അവരെ വെറുതെ കുറ്റം പറയുകയാണെന്നാണ് പറയുന്നത്. ആ അച്ഛനൊക്കെ എന്താണ് ഇത്ര അഹങ്കരിക്കാൻ മാത്രമുള്ളത്? അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹം 5 പൈസ സമ്പാദിച്ചു വെച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിന് കയറി കിടക്കാൻ ഒരു വീടില്ല, അദ്ദേഹത്തിനും ഭാര്യയ്ക്കും കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല. ഇത്ര കാലം വാടകയ്ക്ക് ജീവിച്ച വ്യക്തികളാണ് അവർ. എന്നിട്ട് ആ മനുഷ്യന്
വെറുതെ കുറച്ച് ആളുകൾ അപ്പൊ അവര് പറയുന്നത് ഈ ഫ്ലവേഴ്സ് ചാനലാണ് ഞങ്ങൾക്ക് തരാന്ന് പറയുന്നത്. ഈ മനുഷ്യൻ, ഈ ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് അതിൽ ഈ വീഡിയോ കാണണം. നന്ദികേടിന്റെ പീക്ക് എന്താന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണണം. അദ്ദേഹത്തിന്റെ ആ അഹങ്കാരത്തിന്റെ ഭാഷ കാണണം. താഴ്മയോടെയോ ഒന്നുമല്ല പറയുന്നത്, തെറി വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യത്തില്. ഇത് ചിലപ്പോ അവര് പറയുന്നത് അവര് വീട് വിട്ടുപോകും, അവര് വീട് ആർക്കാച്ചാ കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. എല്ലാവരും അതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അവര് ചിലപ്പോൾ ആ വീട് ഉപേക്ഷിച്ച് പോവായിരിക്കും. ഈ പള്ളിയിലച്ചൻ പറയുന്നുണ്ട് അവര് വീട് പൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസുധീർക്ക് കുറച്ച് കാലമായിട്ട് അവരുടെ ഷൂട്ടിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് എറണാകുളത്ത് എവിടെയോ പോയി സെറ്റിൽ ആവണം എന്ന് എനിക്ക് തോന്നുന്നു. അതിനായിരിക്കാം ഒരു പക്ഷെ അവർ ഈ വീട് പൂട്ടിയിടുന്ന വിവാദം, വീട് ചോർച്ചയാണെന്ന് പറഞ്ഞിട്ട് പൂട്ടിയിടാലോ എന്നാക്കിയതെന്ന് തോന്നുന്നു. എന്തായാലും അവരെ വീട് പക്ഷെ വിട്ടുകൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി വളരെ സഹി കെട്ടിട്ട് അവർക്ക് ആ വീട് വേണ്ടെങ്കിൽ പറയട്ടെ, ഞാനത് പൊളിച്ചിട്ട് വേണ്ട അതിന്റെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും വീട് വെച്ചു കൊടുക്കാന്ന് സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. സങ്കടപ്പെട്ടിട്ട് നമ്മളുണ്ടല്ലോ ഒരു രക്ഷം കൊള്ളല് അങ്ങനെ പറയുന്നുണ്ട്. അതിന് രേണുസുധീന്റെ അച്ഛൻ പറയുന്നത് ഫിറോസ് വിളിച്ചിട്ട് ഞാൻ ബുൾഡോസർ വെച്ചിട്ട് ആ വീട് നിരത്തുനിന്ന് വിളിച്ച ആളോട്, ഞാൻ ഏൽപ്പിച്ച ആളോട് പറഞ്ഞു എന്നൊക്കെ അഹങ്കാരത്തോട് അദ്ദേഹം എന്താ പറഞ്ഞത് നമ്മളും കണ്ടതാണ്. ഇനി ഇത് ചിലപ്പോൾ അവർ വീട് ഇപ്പൊ ഇത്രയും വിഷയം ഉണ്ടായ സ്ഥിതിക്ക് അവർ വീട് വിട്ടു പോകുന്നു ഒരു പക്ഷെ വിചാരിക്കാം. പക്ഷെ രേണുസുധി അങ്ങനെ പറയുമ്പോൾ അച്ഛൻ അതിന്റെ ഇടയിൽ കയറിയിട്ട് എന്തോത്തിന് വിടണം വീട് എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെയൊന്നും കൈവിട്ട് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 60 ലക്ഷം 70 ലക്ഷം രൂപ വിലയുള്ള ഒരു മുതൽ അവർ വെറുതെ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു മുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ നാണമില്ലാതെ വന്നിട്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് കൈകൂപ്പി കരഞ്ഞിട്ടുണ്ട്. ആ കാലം ഒന്നും ഒരിക്കലും മറന്നു പോരുതെന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.